പ്രതീക്ഷിച്ച അത്രത്തോളം പടത്തിനകത്ത് വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ടിങ് നമുക്ക് ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ട്, കാരണം ഇത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ, കാരണം മലയാള സിനിമയിൽ ഈ ഒരു പ്രായത്തിൽ എടുക്കാൻ കാണിച്ച ആർജവത്തിന് അംഗീകരിക്കുന്നു. പക്ഷെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, പടം നമ്മൾ ആഗ്രഹിച്ച അത്ര ഒരു വലിയ പടമൊന്നും അല്ല ഇതിനകത്തെന്നുള്ളത് ജെന്യുവനാണ്. നിങ്ങൾ വിലയിരുത്തുക മലയാളികളെ. കാരണം എന്നറിയാമോ, നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ സംഘർഷപരമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ വളരെ ഗൗരവപരമായിട്ടൊക്കെ അവർക്കൊക്കെ അത് വളരെ എഫേർട്ടായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിപ്പോഴും പറയുകയാണ്, ആസ് എ ഒരു ഫിലിം കാണാൻ വരുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്, എന്റെ സൗന്ദര്യം കാഴ്ചപ്പാടായിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എടുത്തിട്ടുള്ള എനർജിയെ, അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്, ഈ ഒരു ഇത്തരം ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ അംഗീകരിക്കുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ആവറേജ് ലെവലിലേക്ക് പോകുക. കാരണം നമ്മൾ ആ ഒരു വൻ പ്രതീക്ഷയോടുകൂടി ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ സ്ലോലി പോകുന്നുണ്ട്, ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീൽ. കാരണം എന്താണ് ഏതാണെന്നൊന്നും ഇല്ല. പക്ഷെ ആ ഒരു ആക്ടിങ് കൊണ്ട് കാരണം ചിലപ്പോൾ പടം കയറി കൊളുത്തിയാലായി മേ ബി. ദാറ്റ്സ് $100-150 കോടി ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അടിക്കും. അത് യാതൊരു വിഷയമില്ല. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അഭിനയം, പിന്നെ ഇതിലിപ്പോ പുതിയ ഒരു സംവിധായകൻ വന്നിട്ടുണ്ട്. ആ പുള്ളിയുടെ ഒരു ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്തുകൊണ്ട് ഇതൊരു 100-150 കോടി അടിച്ചിരിക്കും. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻട്രി ഉണ്ട്. ഇന്നലെയും കൂടെ എന്നെ വിളിച്ച് നോക്കിയിട്ട് പുള്ളിക്ക് ഇങ്ങനെ ഒരു സീനുണ്ട്. പക്ഷെ ഇത്രയും മികച്ച രീതിയിൽ പുള്ളി ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പടം പൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. എനിക്കെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ പോയാലും 150 കോടി എമ്പുരാനെ മറികടക്കും എന്നൊരു യാതൊരു വംശമില്ല. പൃഥ്വിരാജ് വൻ ഹൈപ്പായിട്ട് വൻ ഹിറ്റായിട്ട് ഈ സിനിമ വിജയിച്ചിട്ട് യാതൊരു വംശമില്ല. എന്തുകൊണ്ട് വിജയിക്കും, അതിന് ഒരു ഡൗട്ടും ഇല്ല. ആവർത്തനം ഇതേപോലെ വേറെ സിനിമകൾ ഗസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. പുള്ളി ഒരു ഹൈപ്പ് ഇനിയും കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. ആവർത്തനം അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ